ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പേഴ്സണാലിറ്റി ട്രേറ്റുകളെ കുറിച്ച് പറയാം. അതായത് പല തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റുകളുണ്ട്. അതായത് ഒരാളുടെ സ്വഭാവത്തിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിവുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. അതൊരു സ്റ്റേബിൾ ഫീച്ചറാണ്. എപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറാതെ നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ ട്രേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പേഴ്സൻ്റെ. അതേപോലെ ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിനെസ് ടു തിങ്ക്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ അവർ റെഡി ആവുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ റെഡി ആവുക എന്നുള്ളതാണ്. ഒരു സിമിലർ റെസ്പോൺസിനോട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, പലതരത്തിലുള്ള സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പം ആ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരാളുടെ കഴിവിനെയാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെല്ലാം അവിടുത്തെ എംപ്ലോയിയുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പലതരത്തിലുള്ള ട്രേറ്റുകൾ? ഒന്ന് സെൽഫ് എസ്റ്റീമാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പീനിയൻ അബൌട്ട് ഹിംസെൽഫ് ബേസ്ഡ് ഓൺ സച്ച് ഫാക്ടേഴ്സ് ആസ് പേഴ്സണൽ അപ്പിയറൻസ് ആൻഡ് ഇൻ്റലിജൻസ്. സ്വാഭിമാനം എന്ന് പറയും, സ്വന്തം അഭിമാനം. ചില കാര്യം ഇപ്പം എനിക്ക് ബുദ്ധിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് ഓക്കെയാണ്, അത് നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ആവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനിക്കത്തക്ക കാര്യങ്ങളാണ്. അങ്ങനെ സെൽഫ് ആയിട്ടുള്ള ഒരു എസ്റ്റീമുള്ള ആളുടെ മനോഭാവം, അത് അവരുടെ ജോലിയുടെ വർക്ക് ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ട് പറയാം. സെൽഫ് എസ്റ്റീം ഇൻഫ്ലുവൻസസ് ടൈപ്പ് ഓഫ് ജോബ് ഓഫ് എ പേഴ്സൺ ചൂസസ്. അപ്പം നമ്മളോട് ഒരാളോട് ജോലി ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള ജോലികൾ പറയാം. അതൊക്കെ എന്തിനാണ്? അതിലൊരു അഭിമാനമാണല്ലോ, ഞാൻ ടീച്ചറാവും, അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ, ഞാൻ എഞ്ചിനീയർ. അത് ഒരു സെൽഫ് എസ്റ്റീമാണ്. എ പേഴ്സൺ വിത്ത് ഹൈ സെൽഫ് എസ്റ്റീം ടെൻഡ് ടു ടേക്ക് മോർ. ആർക്കാണോ ഇത്തരത്തിലൊരു എസ്റ്റീം ആയിട്ടുള്ള ക്യാരക്ടർ, അവർ റിസ്ക്, ജോബ് സെലക്ട് ചെയ്യുമ്പം ആ റിസ്ക് ഏറ്റെടുക്കാനും അത് കൂടുതൽ നല്ലൊരു ഹൈ സ്റ്റാറ്റസ് എനിക്ക് സമൂഹത്തിൽ കിട്ടും, അപ്പോൾ അത്തരത്തിലുള്ള ചലഞ്ചിങ് ജോബ്സ് എടുക്കാനൊക്കെ അത്തരം മനോഭാവമുള്ളവർ റെഡി ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഒരു പെർഫോമൻസിൽ ഉണ്ടായിരിക്കുക, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവുമ്പം. അപ്പോൾ ആർക്കാണോ ഇത്തരത്തിലുള്ള എസ്റ്റീമുള്ള ആൾക്കാർ വെച്ചാൽ അവർ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. അതിനനുസരിച്ച് അവർ ഹയർ ഗോൾ സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുക്കാനും അവർ റെഡി ആയിരിക്കും. അങ്ങനെ ഒരു വർക്ക് ടീം ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു തരത്തിലുള്ള മനോഭാവം. ഹൈ സെൽഫ് എസ്റ്റീമും ഉണ്ട്, ലോ സെൽഫ് എസ്റ്റീമും ഉണ്ട്. ഹൈ സെൽഫ് എസ്റ്റീമുള്ള ആൾക്കാർ ഏതൊരു എൻവയോൺമെൻറ്റും, അവനവൻ്റെ ചുറ്റുവട്ടത്തിലെ ഏത് എൻവയോൺമെൻറ്റിലേക്കും എളുപ്പത്തിൽ മാറാൻ, അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ ഏത് സാഹസം എടുക്കാനൊക്കെ റെഡിയുള്ള ആളുകളായിരിക്കും. ലോ സെൽഫ് എസ്റ്റീം ഇൻഡിവിജ്വൽസ് ആണെന്ന് വെച്ചാൽ അവർ എക്സ്റ്റേണൽ അപ്രൂവൽ ആൻഡ് ഓഫൺ ബെനിഫിറ്റ് ഫ്രം ട്രെയിനിങ് പ്രോഗ്രാംസാണ്. അവർക്കൊക്കെ എന്താ വെച്ചാൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ മാത്രമാണ് അതിന് ഒരു ബെനിഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ലോ സെൽഫ് എസ്റ്റീം ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. രണ്ടാമത്തൊരു ട്രേറ്റാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ വിശ്വസിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മളുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. മറ്റുള്ളത് പുറത്തുള്ള കാര്യങ്ങളാണ് എൻ്റെ പല കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഈ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളത്. അതിൽ ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് ദേ ആർ മാസ്റ്റേഴ്സ് ഓഫ് ദെയർ ഓൺ ഫേറ്റ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു എൻ്റെ കൺട്രോൾ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാം നടന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു പോകുമ്പോൾ അത് ഞാൻ പഠിക്കാഞ്ഞിട്ടായിരുന്നു, അത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു, അത് എൻ്റെ കൺട്രോളിലുള്ളൊരു കാര്യമായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതേസമയം പുറത്തുള്ള മറ്റുള്ള ബാഹ്യശക്തികളുടെ ഇതിലേക്ക്, അതായത് ടീച്ചർ പഠിപ്പിക്കാഞ്ഞിട്ടാണെങ്കിൽ പരീക്ഷ നന്നല്ലാഞ്ഞിട്ട് ടഫായി, അങ്ങനെ പുറമേക്കാണ് നമ്മളതിൻ്റെ റീസൺ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് പുറത്തുള്ള കുറേ കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ബിലീവ് ദാറ്റ് ഇഫ് ദേ വർക്ക് ഹാർഡ് ദേ വിൽ സർട്ടൻലി സക്സീഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ചിന്തിക്കുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷ പാസ്സാവുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അവർ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസണുമാർ തന്നെയാണ് നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അവരുടെ കൺട്രോളിലാണ്. അവരുദ്ദേശിച്ച പോലെ നന്നായി ചെയ്യുമ്പോൾ അവർക്കതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ ചില ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പുറത്തുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ പറയില്ല ഇതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് തിരുത്താൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിലുള്ളത്. ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇൻറ്റേർണൽ ഇൻഡിവിജ്വൽസ് ബിലീവ് ചെയ്യണത് അവർ തന്നെയാണ്
അവരുടെ എല്ലാറ്റിനും കാരണം എന്നുള്ളതാണ്. അവരുടെ കൺട്രോളിലാണ് അവരുടെ ഈവൻസ് എല്ലാം. എക്സ്റ്റേണൽ ഇൻഡിവിജ്വൽസ് ചിന്തിക്കുന്നത് ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, അതിന് പുറത്ത് കുറേ കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. അവരാണ് ഈ ലക്കിൽ ഭാഗ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു അവസരം വരണം, അത് എൻ്റെ വിധിയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലെ ആൾക്കാരാണ്. അവരെപ്പോഴും അവർക്ക് എന്താ വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അവർ നെഗറ്റീവ് സെൽഫ് ഇവാലുവേഷനിൽ വളരെ നെഗറ്റീവായ ആളുകളും കോൺഫിഡൻസ് കുറവുള്ള ആളുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഈ ഒരു ലോക്കസ് ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ഉണ്ട്. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ സ്വയമായിട്ട് ചുരുങ്ങുക, ഒരാളോടും മിണ്ടാതെ ഷെയർ ചെയ്യാതെ എല്ലാവരുടെ ചോദ്യവും ഉത്തരവും നമ്മൾ തന്നെ കണ്ടെത്തുന്ന, അതിൽ ശരിയോ തെറ്റോ നോക്കാതെ നമ്മളിലേക്ക് ഒതുങ്ങുന്ന ഇൻട്രോവേർഷനാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഡയറക്ട്സ് ദം ടു ബി ഇൻവേർഡ് ആൻഡ് പ്രോസസ് ഫീലിങ്സ് ത്രൂ തോട്ട്സ് ഐഡിയാസ് വിതിൻ ദംസെൽസ്. അവരൊന്നും ഒരാളുടെ നിന്ന് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവരത് പുറമേക്ക് ഷെയർ ചെയ്യാനോ താല്പര്യമുള്ളവരാണ്. അവരുടെ ചിന്തകൾ ശരി, അവരുടെ ഐഡിയാസ്, അവരുടെ ഫീലിങ്സ് അത് ശരിയാണോ തെറ്റാണോ അത് തന്നെ ഉള്ളൂ എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻട്രോവേർട്ട് എപ്പോഴും പുറമെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വളരെ മടിയുള്ള ആൾക്കാർ, നാണംകുണികളായിരിക്കും. അവർക്ക് ആരുമായിട്ടും അവർ പുറമേക്കല്ല നോക്കുന്നത്, അവരവരിലേക്ക് തന്നെ നോക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. എക്സ്ട്രോവേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അവർ കൂടുതലായിട്ടും എപ്പോഴും മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ. അവരെപ്പോഴും പുറമെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് എല്ലാ കാര്യം ഇൻട്രാക്ട് ചെയ്യാനും. ചില എലമെൻറ്റ്സ് മാത്രം ഇൻട്രോവേഷനും അതേപോലെ എക്സ്ട്രോവേഷനും എല്ലാവരിലും ഉള്ള പൊതുവായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻട്രോവേർട്സ് പെർഫോം ബെറ്റർ ഇൻ ക്വയറ്റ് എൻവയോൺമെൻറ്റ്സ് വിത്ത് ലിറ്റിൽ സ്റ്റിമുലേഷൻ, വെറാസ് എക്സ്ട്രോവേർട്ട് പെർഫോം ബെറ്റർ ഇൻ മോർ ലൈവ്ലി എൻവയോൺമെൻറ്റ്സ്. അപ്പം നമുക്ക് അവിടെ വർക്കിൻ്റെ എൻവയോൺമെൻറ്റ് ലൈവ്ലി ആക്കുന്ന എപ്പോഴും എക്സ്ട്രോവേർട്ടുകളായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻട്രോവേർട്ടുകൾക്ക് പെർഫോം ചെയ്യാൻ അവിടെ പറ്റുള്ളൂ. അപ്പം എക്സ്ട്രോവേർട്ടുകൾ എപ്പോഴും വളരെ സോഷ്യബിളും ലൈവ്ലി ഗ്രിഗറിയസ് ആൻഡ് സീക്ക് ഔട്ട്വേർഡ് സ്റ്റിമുലിയാണ്. അവരെപ്പോഴും എക്സ്റ്റേണൽ എക്സ്ചേഞ്ചസ് ആണ് അവർ കൂടുതലായിട്ട് നോക്കുക. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുന്നതൊക്കെ. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിസിറ്റി ഓഫീസ്, പേഴ്സണൽ റിലേഷൻസ്, അതിലൊക്കെ അവർക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പം അവർ വളരെ ക്വയറ്റ് ആയിരിക്കും, റിഫ്ലക്റ്റീവും ഇൻട്രോറെസ്പെക്റ്റീവും ഇൻ്റലക്ച്വൽ പീപ്പിളൊക്കെ ആയിരിക്കും. പ്രിഫറിങ് ടു ഇൻട്രാക്ട് വിത്ത് സ്മോൾ ഇൻറ്റിമേറ്റ് സർക്കിൾ. അവർക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സോ കാര്യമൊന്നും ഉണ്ടാവില്ല. വളരെ എണ്ണം ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉണ്ടാവുള്ളൂ. ഇൻട്രോവേർട്സ് സക്സസ്ഫുൾ ആവും ആൻഡ് ദേ ക്യാൻ വർക്ക് ഓൺ ഹൈലി അബ്സ്ട്രാക്ട് ഐഡിയാസ് ഉണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിലൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരിക്കും കൂടുതൽ ഒരു ക്വൈറ്റ് അറ്റ്മോസ്ഫിയറിൽ പോകാനായിരിക്കും അവർക്കൊക്കെ താല്പര്യം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അതോറിറ്റേറിയനിസം ആണ്. അതിൽ ആൻഡ് ഡോഗ്മാറ്റിസം. അതോറിറ്റേറിയനിസം എന്ന് പറയുമ്പം അവിടെ അധികാരം, സ്വേച്ഛാധിപത്യം, ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഒരു ടീമിന് ലീഡർ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന വാക്കാണ് അവിടെ അന്തിമമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ അധികാരമാണ് ബാക്കിയുള്ളവർ ഇനിയിപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊന്നും ആരായ തന്നെ സ്വന്തം ഇഷ്ടത്തിന് അവിടെ തീരും. അതാണ് അതോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. വിച്ച് ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് പവർ ആൻഡ് സ്റ്റാറ്റസ് ഡിഫറൻസസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഒരു ഹൈറാർക്കിക്കൽ സോഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ടോപ്പിലുള്ള ആൾ പറയണം നിങ്ങളുടെ ആരെയും അഭിപ്രായം എനിക്ക് അറിയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള ആ ഒരു സ്വേച്ഛാധിപത്യമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അതും പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. ആൻ എംപ്ലോയി ഹു ഈസ് ഹൈലി അതോറിറ്റേറിയൻ മേ ആക്സെപ്റ്റ് ഡയറക്റ്റീവ്സ് ഇൻ ഓർഡർ ഫ്രം ഹിസ് സുപ്പീരിയർ വിതൗട്ട് മച്ച് ക്വസ്റ്റനിങ്. അവിടെ അതോറിറ്റേറിയനിസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് മുകളിലത്തെ സുപ്പീരിയേഴ്സിൻ്റെ നിന്ന് ഒരു ഓർഡർ കിട്ടണോ, അവരതുപോലെ തന്നെ പാലിക്കുന്നു, അല്ലാണ്ട് അതിന് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അത് അതോറിറ്റേറിയനിസം ആണ്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് ഹൈലി അതോറിറ്റേറിയൻ മൈറ്റ് അഗ്രി ടു ക്യാരി ഔട്ട് അപ്രോപ്രിയേറ്റ് ആൻഡ് റീസണബിൾ ഡയറക്റ്റീവ്സ് ഫ്രം ഹിസ് ബോസ്. ഇനി അങ്ങനെയൊന്നും അതോറിറ്റേറിയൻ അല്ലാത്ത ആളാണെന്ന് വെച്ചാൽ അവരുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അഗ്രി ചെയ്ത് പോകാൻ റെഡിയുള്ള ആളുകളായിരിക്കും. പക്ഷേ അവിടെ എന്തുണ്ടാവാം, അവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ അത് അറിയിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡോഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുടെ വിശ്വാസങ്ങൾ, റിജിഡിറ്റി ഓഫ് എ പേഴ്സൺസ് ബിലീഫ് ആൻഡ് ഹിസ് ഓർ ഹെർ ഓപ്പൺനെസ് ടു അതർ വ്യൂ പോയിന്റ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പം ആ ക്വസ്റ്റ്യൻ ഒരു 10 പേരോട് ചോദിക്കുമ്പോൾ 10 തരത്തിലുള്ള വ്യൂ പോയിന്റ്സ് ആയിരിക്കും അവർ പറയാം. അത് ആ ഒരു കാര്യത്തിനോടുള്ള അവരുടെ സമീപനം, അവരുടെ ഓപ്പൺനെസ്, അവരുടെ ചില വിശ്വാസങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ദൃഢത, നമ്മളെടുക്കുന്ന ചില വിശ്വാസങ്ങൾ, അതിനോടുള്ള നമ്മുടെ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതായത് ക്ലോസ് മൈൻഡഡും ഉണ്ട്, ഓപ്പൺ മൈൻഡഡും ഉണ്ട് ഇത് ബേസ് ചെയ്ത് പറയുമ്പോൾ. അല്ലെങ്കിൽ മോർ ഡോഗ്മാറ്റിക്കും ഉണ്ട്, ലെസ് ഡോഗ്മാറ്റിക് എന്ന് പറയാം.
അപ്പോൾ ഇത് മെയിൻ ഡോഗ്മാറ്റിക് എന്ന് പറയുന്നത് അവരുടെ ബിലീഫാണ് പ്രധാനമായിട്ടും. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മാനേജർ മേ ബി അൺവില്ലിങ് ടു വിത്തൗട്ട് മച്ച് ക്വസ്റ്റ്യനിങ്. അവർ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊന്നും അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം. എ പേഴ്സൺ ഹു ഈസ് നോട്ട് ഹൈലി അതോറിറ്റേറിയൻ മൈറ്റ് അഗ്രി ടു ക്യാരി ഔട്ട് അപ്രോപ്രിയേറ്റ് റീസണബിൾ ഡയറക്റ്റീവ്സ് ഫ്രം ഹിസ് ബോസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്തില്ല, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നും പറയാതെ അനുസരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഹു ഈസ് വെരി റിസപ്റ്റീവ് ടു ഹിയറിംഗ് അബൌട്ട് ആൻഡ് ട്രൈയിങ് ഔട്ട് ന്യൂ ഐഡിയാസ് ഇൻ ദ സെയിം സർക്കംസ്റ്റൻസസ് മൈറ്റ് ബി സീൻ ഓർ ഓപ്പൺ മൈൻഡഡ് ഓർ ലെസ് ഡോഗ്മാറ്റിക്. അപ്പോൾ ഡോഗ്മാറ്റിസം രണ്ട് തരത്തിലും ബെനിഫിഷ്യലാണ്. ഒന്ന് പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം, ചിലതിൽ നമുക്ക് നമ്മുടെ അൺവില്ലിങ്നെസ് നമുക്ക് അവിടെ പറയാം എന്നുള്ളതാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ട്രേറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ സെൽഫ് എസ്റ്റീം ആണ്, രണ്ടാമത് ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്, മൂന്നാമത്തത് ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ ആയിട്ടുള്ള ആ ക്യാരക്ടർ ഉണ്ടായിരിക്കാം, പിന്നെ പറയുന്നത് അതോറിറ്റേറിയനും ഡോഗ്മാറ്റിസും ആണ്. നെക്സ്റ്റ് പറയുന്നത് സെൽഫ് എഫിക്കസി, സ്വയം കാര്യക്ഷമത അല്ലെങ്കിൽ സ്വയം പ്രാപ്തിയാവുക എന്ന് പറയുന്നത്. അതും ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ഇൻഡിവിജ്വൽസ് ബിലീഫ് കൺസേണിങ് ദ എബിലിറ്റി ടു അക്കംപ്ലിഷ് എ ജോബ് ടാസ്ക്. ഒരു ജോബ് അവരെ ഏൽപ്പിച്ചാൽ അവർ അത് ആ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് അതിലേക്ക് ഉള്ള വഴികൾ ആരാഞ്ഞ് അതിലേക്ക് കൃത്യമായിട്ട് അതിൽ എത്തിച്ചേരുന്ന സ്വഭാവ സവിശേഷത ആൾക്കാരാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ എങ്ങനെയായിരിക്കും വെച്ചാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അവർ ആ ഒരു കാര്യം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അവർ ആ ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരപ്പം തന്നെ അത് ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താനുള്ള വഴികൾ നോക്കി അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. 4 പ്രിൻസിപ്പൽ സോഴ്സസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഒന്ന് പാസ്റ്റ് സക്സസസ്, ചിലപ്പോൾ ആ വ്യക്തി ഇതേ കാര്യം ചെയ്ത് മുന്നേ സക്സസ് ആയ ഒരാളായിരിക്കാം. അല്ലെങ്കിൽ വിറ്റ്നസിങ് ദ സക്സസ് ഓഫ് അതേഴ്സ് ഇൻ സിമിലർ സിറ്റുവേഷൻ, നമുക്ക് കിട്ടിയ ഇതേ സിറ്റുവേഷനിൽ വിജയിച്ച് വന്ന ആളുകളെ കണ്ട വ്യക്തിയായിരിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതേ സിറ്റുവേഷനിൽ വന്ന വ്യക്തികളെ കണ്ട് അനുഭവമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ക്യാപ്പബിലിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് അത് മറ്റുള്ളവരിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആളാവാം. ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരാൾക്ക് എപ്പോഴും ഒരു സെൽഫ് എഫിക്കസി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളാണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഭയങ്കര സക്സസ്ഫുൾ ആവും. കാരണം അവർ ബിലീവ് ചെയ്യുന്നത് അവരുടെ എബിലിറ്റിയിൽ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും, അത് ഏറ്റവും നന്നായിട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ എംപ്ലോയീസിൻ്റെ ഈ സെൽഫ് എഫിക്കസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ടെക്നിക്സുകളൊക്കെ ഉണ്ട്. അതിലാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് ടാസ്കുകൾ കൊടുക്കുക, നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്ത റിവാർഡ് കൊടുക്കുക. അപ്പോൾ അത് മറ്റുള്ള ഒരാൾക്ക് കൂടി ഒരു മോട്ടിവേഷനാണ്. അതേപോലെ ആഡക്വേറ്റ് ലെവൽ ഓഫ് ട്രെയിനിങ് ആവശ്യം അത് കൊടുക്കുക, എംപ്ലോയീസിനെ എംപവർ ചെയ്തെടുക്കുക, അവർ ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ സ്വയം ആ ഒരു കഴിവുണ്ട് എന്ന് ഫീൽ ചെയ്യുമ്പോൾ അതിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്നാണ് പറയുന്നത്. ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ അവ്യക്തതയാണ്. നമുക്ക് ഒന്നിനും ഒരു ഉറപ്പില്ല, തീരുമാനങ്ങളില്ല, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു കൺഫ്യൂഷനാണ് ആംബിഗ്വിറ്റി, ഒരു നോട്ട് ക്ലിയർ, അതാണ് പറയുന്നത്. പീപ്പിൾ ക്യാൻ ടോളറേറ്റ് ടു വർക്ക്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ നമുക്ക് അതിനോട് സഹിഷ്ണുത പുലർത്തുക. ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ സഹനശക്തി, അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു മെൻറ്റാലിറ്റി, എഫിഷ്യൻ്റ്ലി വിതൗട്ട് എക്സ്പീരിയൻസിങ് അൺഡ്യൂ സ്ട്രെസ്. പ്രത്യേകിച്ച് വലിയൊരു സ്ട്രെസ് ഒന്നും കൂടാതെ തന്നെ നമ്മൾ ആ ഒരു അൺസർട്ടനിറ്റീനെ ടോളറേറ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവുണ്ടാവും ചില ആളുകൾക്ക്. അപ്പോൾ മാനേജേഴ്സ് ഹാവ് ടു വർക്ക് വെൽ അണ്ടർ കണ്ടീഷൻസ് ഓഫ് എക്സ്ട്രീം അൺസർട്ടനിറ്റി ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ. പല മാനേജേഴ്സിനും ചിലപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് മതിയായ അളവിൽ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഓഫ് അൺസർട്ടനിറ്റി ആയിരിക്കും മുമ്പിലുണ്ടാവുക. എന്നാലും അവരത് വെച്ചുകൊണ്ട് അതിനോട് അഡ്ജസ്റ്റബിൾ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് പെർഫോം ചെയ്യും. എസ്പെഷ്യലി വെൻ തിങ്സ് ആർ റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻ ദ ഓർഗനൈസേഷണൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനോടൊക്കെ അതിനനുസൃതമായിട്ട് തന്നെ ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിട്ട് പോലും അവരവരുടെ വർക്കുമായിട്ട്
ടോളറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കാം. മാനേജേഴ്സ് ഹു ഹാവ് എ ഹൈ ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി ഉള്ള ആൾക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഏത് സിറ്റുവേഷനെയും കോപ്പപ്പ് ചെയ്തിട്ട് അതിനോട് അനുസൃതമായിട്ട് പോകാൻ സാധിക്കും. മാനേജേഴ്സ് ഹു ഹാവ് എ ലോ ടോളറൻസ് ഉള്ള ഒരാളാണെന്ന് വെച്ചാൽ മേ ബി ഇഫക്റ്റീവ് ഇൻ സ്ട്രക്ചേർഡ് വർക്ക് സെറ്റിംഗ്. അവർക്ക് എങ്ങനെ പറ്റുള്ളൂ, കൃത്യമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന വർക്ക് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്ത് പോകാനേ അവർക്ക് പറ്റുള്ളൂ. മറ്റേ ഹൈ ടോളറൻസ് ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ അവർക്ക് ഏത് മാറ്റം വന്നാലും അതിന് ഉൾക്കൊള്ളാൻ കഴിവുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡയമെൻഷൻ തന്നെയാണ്. നെസസറി ഫോർ മാനേജറിയൽ സക്സസിന് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പറയുന്നത് റിസ്ക് പ്രൊപ്പൻസിറ്റി ആണ്, അതായത് അപകട സാധ്യത. റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഈസ് വില്ലിംഗ് ടു ടേക്ക് ചാൻസസ് ആൻഡ് മേക്ക് റിസ്കി ഡിസിഷൻസ്. ചില ആളുകൾ ഏത് റിസ്കി ഡിസിഷനും ഏറ്റെടുക്കാനും അത് യൂസ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആവാനും, അപ്പോൾ എന്ത് അപകടങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാലും അവർ ഉദ്ദേശിച്ച കാര്യത്തിൽ പിന്മാറാതെ അത് ഏറ്റെടുത്ത് നടത്തുന്ന ക്യാരക്ടർ. അപ്പോൾ ഒരു മാനേജർ നല്ലൊരു ഹൈ റിസ്ക് പ്രൊപ്പൻസിറ്റി ഉള്ള ആളാണെന്ന് വെച്ചാൽ അവിടെ എന്താണ് എക്സ്പെക്റ്റഡ് ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അതുവഴി ആ ഓർഗനൈസേഷനെ ലീഡ് ചെയ്യാനോ പുതിയ ഡയറക്ഷനിലേക്ക് ഒന്നും ഒരു മടിയില്ലാത്തൊരു ആളായിരിക്കും. എന്നാൽ അതേസമയം ലോ റിസ്ക് പ്രൊപ്പൻസിറ്റി ഉള്ള ആളാണെന്ന് വെച്ചാൽ അയാൾ പെട്ടെന്ന് തന്നെ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു സ്റ്റാഗ്നൻ്റ് ആവുന്നൊരവസ്ഥ, ഓവേർലി കൺസർവേറ്റീവ് ഓർഗനൈസേഷൻ ആയിട്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്ന മാക്കിയവെലിനിസം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു തിയറി പറയുന്നത് പ്രാഗ്മാറ്റിക് ആയിരിക്കുക, ഇമോഷണലി ഡിസ്റ്റൻറ്റ് ആൻഡ് ബിലീവ് ദാറ്റ് ദ എൻഡ്സ് ജസ്റ്റിഫൈ ദ മീൻസ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ദേ ടെൻ ടു വിൻ മോർ ഓഫൺ, അവരെപ്പോഴും വിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് എന്ത് നമ്മൾ പറയും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നില്ല എന്ന് പറയും. ലക്ഷ്യമാണ് പ്രധാനം, അതെങ്ങനെ നേടുമെന്ന മാർഗത്തിന് അവിടെ പ്രസക്തിയില്ല. അത് ഏത് കുടില ബുദ്ധി ഉപയോഗിച്ചിട്ടും നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ കഴിവുള്ള ചില ആളുകളുണ്ട്. അതിനാണ് ഈ ഒരു മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദേ ടെൻ ടു ബി വിൻ മോർ ഓഫൺ, അവർക്ക് വിൻ ചെയ്യണം. ബി മോർ മാനിപ്പുലേറ്റീവ് ആൻഡ് ആർ ഹാർഡർ ടു പെർസ്യൂഡ് ദാൻ അതർ പീപ്പിൾ വിത്ത് ലോ മാക്കിയവെലിനിസം സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അതായത് നമ്മളൊരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ ചിലപ്പം പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നിട്ടാണെങ്കിലും അവിടെ പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ അവിടെ മാർഗം ഏത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനാൽ നമ്മുടെ ലക്ഷ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈപ്പുള്ള ആളുകളും അവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഡിവിജ്വൽസിനെ. മോസ്റ്റ് പോസിറ്റീവ്ലി അത് വരുമ്പം നമുക്ക് നല്ലൊരു ഔട്ട്കമ്മാണ് ഉണ്ടാവുന്നത്. ഹൈ മാക് പേഴ്സൺസ് മസ്റ്റ് ഇൻട്രാക്ട് ഫേസ് ടു ഫേസ് റാദർ ദാൻ ഇൻഡയറക്ട്ലി. നല്ല രീതിയിൽ ഈ ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവരെപ്പോഴും ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുന്നേക്കാൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ മിനിമം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതിലുണ്ടായിരിക്കുക. ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ഡീറ്റെയിൽസ് ആൻഡ് നോട്ട് റെലവൻറ്റ് ടു ദ സിറ്റുവേഷനിൽ അവരൊരിക്കലും ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റിനോ ഡീറ്റെയിൽസിനൊന്നും ഒരു യാതൊരു പ്രാധാന്യം അവിടെ കൊടുക്കില്ല. പിന്നെ പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ടൈപ്പ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ക്രോണിക് സെൻസ് ഓഫ് ടൈം ഏർജൻസി, ഹൈലി അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, എക്സിബിറ്റ് എ കോമ്പറ്റേറ്റീവ് ഡ്രൈവ്, impatient when their work is slowed down for any reason. These people are very competitive and have a strong sense of urgency. ടൈപ്പ് എ പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഒരു ധൃതി കൂടുതലാണ്. അവർക്ക് അത് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അവർ പെട്ടെന്ന് അത് കോമ്പീറ്റ് ചെയ്ത് നേടിയെടുക്കാൻ അവർക്ക് ക്ഷമിക്കാനൊന്നും സമയമില്ല. അവർ പെട്ടെന്ന് അത് നേടിയെടുക്കാൻ താല്പര്യമുള്ള ആൾ. ദേ വർക്ക് വെൽ ഇൻ മോഡറേറ്റ് ടു ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ചെറുതായിട്ട് വർക്കൊന്ന് സ്ലോ ആയി പറഞ്ഞാൽ തന്നെ അവർക്ക് ടെൻഷൻ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അധികം സ്ട്രെസ്, ഒരു മോഡറേറ്റ് ടു ഹൈ ലെവൽ സ്ട്രെസ്സും അവർ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവർ ഫാസ്റ്റ് വർക്കേഴ്സാണ്, പെട്ടെന്ന് അവർക്ക് ജോലി തീർക്കണം. ഹൂ മെ നോട്ട് ടു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദെയർ ഔട്ട്പുട്ട്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ക്വാളിറ്റിക്കൊന്നും അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അവർ പക്ഷേ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാനുള്ള ഉദ്ദേശം. ദേ ആർ ഇൻഫ്രീക്വൻ്റ്ലി ക്രിയേറ്റീവ് ആൻഡ് ഓഫൺ മേക്ക് പുവർ ഡിസിഷൻ ബിക്കോസ് ഓഫ് ദെയർ ഫോക്കസ് ഓൺ ടൈം. ഇവർ കൂടുതൽ എപ്പോഴും സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് നന്നായി ചെയ്യണം എന്നൊന്നും അവിടെ ചിന്തയില്ല. ആ പറഞ്ഞ സമയത്തിൽ തീർക്കുക എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ വളരെ പുവറായിരിക്കും. അവരെ ക്രിയേറ്റിവിറ്റി ഒന്നും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും അവർ സമയം കൊടുക്കില്ല. അവരിങ്ങനെ ഭയങ്കര ധൃതി പിടിക്കുന്ന ഒരാളുകൾ, അല്ലെങ്കിൽ സമയമാകുമ്പോഴേക്കും അത് ചെയ്യണം അത്ര മാത്രമേ അവിടെ ചിന്തിക്കുന്നുള്ളൂ. ടൈപ്പ് എയുടെ ഓപ്പോസിറ്റാണ് ടൈപ്പ് ബി എന്ന് പറയുന്ന ആൾക്കാർ. ഇവിടെ എന്താ വെച്ചാൽ അവർക്ക് അർജൻസി ഒന്നുമില്ല. അവർക്ക് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് നേച്ചറും ഇല്ല, വലിയ അർജൻറ്റ് ഒന്നുള്ള ആൾക്കാരല്ല. അവർ വളരെ ഈസി ഗോയിങ് ഇൻഡിവിജ്വൽ ഹു ഡു നോട്ട് ഫീൽ ദ ടൈം. അവർക്ക് അങ്ങനെ
അയ്യോ സമയമാകുമ്പോഴേക്കൊരു ടെൻഷനോ പ്രശ്നമൊന്നും ഉള്ള ആൾക്കാരല്ല. അവർ വളരെ സ്മൂത്തായിട്ട് മാത്രം ഇനി എന്തെന്നെ ഉണ്ടായാലും ഞങ്ങൾ ഇങ്ങനെ പോവുള്ളൂ. ഡു നോട്ട് നോ എക്സ്പീരിയൻസ് ഓർ കോമ്പറ്റേറ്റീവ് ഡ്രൈവർ. അപ്പോൾ അവരോട് നമ്മളിപ്പോൾ ഇത്ര സമയത്ത് തീർക്കണം എന്ന് പറഞ്ഞാലും അവർക്കത് തീരാത്തതുകൊണ്ടുള്ള ടെൻഷനോ അല്ലെങ്കിൽ അവരങ്ങനെ ഫാസ്റ്റ് ആക്കാൻ റെഡി ആവുകയൊന്നും ചെയ്യില്ല. ടൈപ്പ് എ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ്ലി മോർ പ്രോൺ ടു ഹാർട്ട് അറ്റാക്സ് ദാൻ ടൈപ്പ് ബി ഇൻഡിവിജ്വൽസ്. മറ്റവർക്ക് എന്താ വെച്ചാൽ ആകെ ടെൻഷൻ കൂടിയിട്ട് അവരതിന് വേണ്ടി കിടന്ന് മരിക്കുന്ന ഒരു ടൈപ്പായിരിക്കും ടൈപ്പ് എ എന്ന് പറയുന്നത്. ടൈപ്പ് എ പേഴ്സൺസ് ഓർഗനൈസേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഷോർട്ട് പീരീഡിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ അവർ നന്നായി ചെയ്യും. പക്ഷേ ഹെൽത്ത് പ്രോബ്ലമൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതാണ് വേറൊരു ടൈപ്പ് എയും ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വർക്ക് എത്തിക് ഓറിയൻറ്റേഷൻ ആണ്. ചില ഇൻഡിവിജ്വൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. അതേസമയം ബാക്കിയുള്ള ആളുകൾ എന്താ ചെയ്യുക, വളരെ സുഖമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ടു ഗെറ്റ് വിതൗട്ട് ബീയിങ് ഫയർഡ് ഓൺ ദ ജോബ്. അവരിങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടും സ്പീഡ് കൂട്ടിയിട്ടും ആകെ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നും ജോബ് ചെയ്യാൻ റെഡിയല്ല. ചില ആളുകൾ എന്ന് പറയുമ്പം അവർ വർക്ക് മാത്രം അതിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എക്സ്ട്രീംലി വർക്ക് ഓറിയൻറ്റഡ് പേഴ്സൺസ് എപ്പോഴും എന്താ വെച്ചാൽ ജോബിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ എക്സ്ട്രീം വർക്ക് എത്തിക് വാല്യൂസ് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവർ വർക്ക് ഹോളിസം, അതായത് വർക്കിന് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൈമറി മോട്ടീവ് അവർ ജീവിക്കുന്നതേ അതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പുറത്തുള്ള അവരുടെ താല്പര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ അവരുടെ ജീവശ്വാസമായിട്ട് അവർ ജോലി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വർക്ക് എത്തിക് ഓറിയൻറ്റേഷൻ എന്ന് പറയാം. വർക്ക് ഹോളിക്ക് അവർ ചെയ്യുന്നത് ടു ടേൺ വർക്ക് ക്യാൻ സംടൈംസ് ബിക്കം എ വയബിൾ ഓൾട്ടർനേറ്റീവ് ടു ഫേസിങ് നോൺ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഹൈ ലെവൽ ഓഫ് വർക്ക് എത്തിക് ഓറിയൻറ്റേഷൻ ആണെച്ചാൽ അവർ വളരെ നല്ല ആളുകളാണ് ഓർഗനൈസേഷനിലേക്ക് അവരുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ ടൂ മച്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രിമച്വർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എക്സോഷൻ, പെട്ടെന്ന് തന്നെ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുവഴി അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ അതുപോലെ വർക്കഹോളിക് മെമ്പേഴ്സിനൊക്കെ ഒരു ഡിസ്ഫങ്ഷനലായിട്ട് സംഭവിക്കുക, എല്ലാം താളം തെറ്റാനുള്ള ചാൻസ് ഒക്കെ അവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി പ്രീ ഡിസ്പോസിഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഡിവിജ്വൽ മാനേജീരിയൽ ആൻഡ് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്. അപ്പോൾ നമ്മൾ 9 തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ് പറഞ്ഞു. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അതിൻ്റെ കാര്യങ്ങൾ ഇഫക്റ്റീവായി പോകണമെങ്കിൽ ഇതിലൊക്കെ ഉള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും മാനേജീരിയൽ പോസ്റ്റിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ വരുന്ന ഇൻഡിവിജ്വൽസ് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം, മാനേജേഴ്സ് എങ്ങനെയായിരിക്കണം, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും ഇഫക്റ്റീവ്നെസ്സും എങ്ങനെയുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരെയൊക്കെ അതിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന് സ്മൂത്ത് റണ്ണിങ്ങിന് ഇതെല്ലാം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകളെയൊക്കെ നമുക്ക് വേർതിരിച്ച് അറിയുമ്പോഴാണ് അവർക്ക് അതിനനുസരിച്ചുള്ള ജോബും നമ്മുടെ ലക്ഷ്യങ്ങളെ നല്ല രീതിയിൽ ഇവരിലൂടെ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതിനാണ് OBയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പേഴ്സണാലിറ്റിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ 9 ടൈപ്പ് പേഴ്സണാലിറ്റി ട്രേറ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്